നമ്മുടെ ബി ജി എമ്മയ്ക്കകത്ത് എപ്പോഴൊക്കെ ഫറോ എക്സൂട്ട് വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഫറോ ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇവൻ്റ് ഒക്കെ വരുന്നുണ്ടോ, അപ്പോഴൊക്കെ നമ്മുടെ ബി ജി എമ്മയ്ക്ക് ഒരു ബാൻ അത് ഉള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ബാൻ ന്യൂസ് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഫ്രണ്ട്സ് നമുക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ബ്രോ ബാനാവോ എന്നൊക്കെ. കുറേയൊക്കെ എക്സൂട്ട് കിട്ടിയ സന്തോഷത്തിലേക്ക് ഇരിക്കുകയാണ്. അപ്പോഴാണ് എല്ലാവർക്കും ഇങ്ങനൊരു പേടി. അപ്പം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ഇത് വീഡിയോ പറയുന്നത്. അപ്പം ബാൻ ആവോ ഇല്ലയോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് കാണുക. അതുപോലെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്ത എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. അപ്പം നേരെ കാര്യത്തിലേക്ക് വരാം ഫ്രണ്ട്സ്. അപ്പോൾ ആദ്യം കാര്യം എന്താണെന്ന് പറയാം, എന്നിട്ട് ബാൻ ആവോ ഇല്ലയോ എന്നുള്ള ആ ഒരു ഒപ്പീനിയൻ എന്ന് പറയാം. സംഭവം എന്തെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം, അതായത് സെപ്റ്റംബർ 5 കഴിഞ്ഞ വർഷം ഒരാൾ സ്റ്റേഷനിൽ ഒരു കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ മുതലാളി നമ്മുടെ ഡേറ്റാസൊക്കെ അടിച്ചു മാറ്റി ടെലിഗ്രാം വഴിയൊക്കെ വിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ കേസ് കൊടുത്തത്. പക്ഷേ കേസ് പോലീസ് സ്റ്റേഷനിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തായിരുന്നു. പക്ഷേ വലിയ മൈൻഡൊന്നും പോലീസുകാർ കൊടുക്കാത്തതുകൊണ്ട് പുള്ളി നേരെ ഹൈക്കോടതിയിലേക്ക് പോയി. അപ്പോൾ കോടതിയിൽ അത് നമ്മുടെ ഏപ്രിൽ മാസം, അതായത് ഈ മാസം ഒരു 14-15 ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ഹിയറിംഗ് ആണെന്നാണ് പറയുന്നത്. പല വെബ്സൈറ്റുകളിൽ ഞാൻ ഇങ്ങനെ നോക്കി, ചിലടത്ത് 15 എന്ന് പറയുന്നുണ്ട്, ചിലടത്ത് 14 എന്ന് പറയുന്നുണ്ട്. എനിവേ, അപ്പം കോടതിയിൽ അതിൻ്റെ ഒരു ഹിയറിംഗ് നടക്കാൻ പോവാണ്. അതിനുശേഷം ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ മുതലാളിക്ക് പ്രശ്നം ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ആ ഒരു ന്യൂസ്. അതാണ് ഇപ്പോൾ എല്ലാവരും ഊതിപ്പെരിപ്പിച്ച് ബാനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. ഇനി ഇതിൻ്റെ ന്യൂസിൻ്റെ കാര്യം നിങ്ങൾ കേട്ടല്ലോ. ഇതാണ് ന്യൂസ്. ഇങ്ങനെ ഡേറ്റ ലീക്ക് ആവുന്നുണ്ട്, അതിൻ്റെ പേര് ബാൻ ആക്കണം എന്നൊക്കെ പറഞ്ഞാണ് കേസ് കൊടുത്തേക്കുന്നത്. ഈ ബാക്കി കാര്യങ്ങൾ പറയാം, ഇത് ബാൻ ആവത്തില്ല എന്നുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ, അല്ലെങ്കിൽ നമ്മുടെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളൂടെ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. അപ്പം ന്യൂസ് നിങ്ങൾ കേട്ടല്ലോ. അതായത് കഴിഞ്ഞ വർഷം ഒരാൾ കേസ് കൊടുത്തായിരുന്നു FIR പോലീസ് സ്റ്റേഷനിൽ. അത് വലിയ മൈൻഡൊന്നും ഇല്ലാത്തതുകൊണ്ട് പുള്ളി നേരെ കോടതിയിലേക്ക് പോയി. ഇനി ബാക്കി കാര്യം പറയാം. BJP കാര്യം പറയുകയാണെങ്കിൽ BJP ഓൾറെഡി 2 ബാൻ സർവൈവ് ചെയ്ത ആൾക്കാരാണ്. അതുകൊണ്ട് മുതലാളി ഇങ്ങനെ ഒരു ടൈപ്പ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതായത് ഇങ്ങനെ ഒരു ചാൻസ് പുള്ളിക്ക് പൊന്മുട്ടിയിടുന്ന താറാവാണ് BJP. അതുകൊണ്ട് അങ്ങനെ ചെയ്യത്തില്ല എന്തായാലും. അല്ലെങ്കിൽ അവിടുത്തെ ഏതെങ്കിലും എംപ്ലോയീസ് ഇതുപോലെ എന്തെങ്കിലും ഉടായ്പ ചെയ്ത് കാണും, കാശിൻ്റെ അത്യാവശ്യത്തിന് വേണ്ടി ഡേറ്റാസൊക്കെ എടുത്ത് അടിച്ചു മാറ്റി വിറ്റ് കാണും. അങ്ങനെ കാണാൻ പണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മുതലാളിക്ക് പണി കിട്ടും. അതായത് ഈ കേസിൻ്റെ അകത്ത് കോടതി തെളിവൊക്കെ നോക്കി ഇത് നോക്കുമ്പം ഇങ്ങനെ ആരെങ്കിലും, അതായത് അവിടെ ജോലി ചെയ്ത് ഏതെങ്കിലും എംപ്ലോയി എടുത്ത് അടിച്ചു മാറ്റി വിറ്റതാണെന്നുണ്ടെങ്കിലും മുതലാളിക്ക് അതിനാണ് പണി. അതൊരു ചാൻസാണ്. അല്ലാതെ ഇപ്പം പോലീസ് സ്റ്റേഷനിൽ നിന്ന് വലുതായിട്ടൊരു പ്രൂഫിൻ്റെ വാല്യൂ ഇല്ലാത്തതുകൊണ്ടായിരിക്കുമല്ലോ ആ കേസ് അവർ വലുതായിട്ട് മൈൻഡ് ചെയ്യാത്തത്. ഇപ്പോൾ കോടതിയിലേക്ക് പുള്ളി പോകണമെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ കയ്യിലുള്ള പ്രൂഫിൽ പുള്ളിക്ക് എത്ര വിശ്വാസം ഉള്ളത് കൊണ്ടും ആയിരിക്കുമല്ലോ. അപ്പോൾ ഒരു 50-50 ചാൻസ് അവിടെ കൊടുക്കാം. കാരണം സ്റ്റേഷനിൽ നിന്ന് ഒരു വലിയ മൈൻഡൊന്നും കൊടുക്കാത്തതുകൊണ്ടാണല്ലോ കോടതിയിലിട്ട് പോയത്. അങ്ങനെ അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളോട് നിങ്ങൾ മൈൻഡ് വയ്ക്കുക. അതായത് അവിടെ ജോലി ചെയ്ത് ഏതെങ്കിലും എംപ്ലോയീസ് എടുത്ത് ലീക്ക് ചെയ്തതാണെങ്കിൽ അങ്ങനെയും പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 2 കാരണങ്ങൾ വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മുതലാളി നമ്മളെ വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയണക്ക് ഇതൊരു നോർമൽ കേസ് പോലെ എപ്പോഴും ടിപ്പിക്കലായിട്ട് BJPക്കെതിരെ കേസ് വരുമല്ലോ. അതായത് കുട്ടികളെ വഴിതെറ്റിക്കുന്നു അല്ലെങ്കിൽ അത് ഇതെന്നൊക്കെ പറഞ്ഞു, അങ്ങനെ ഒരു ടിപ്പിക്കൽ കേസായിട്ട് വന്ന് പോകത്തേ ഉള്ളായിരിക്കും. അപ്പം ഒരു 50-50 ചാൻസ് നമുക്ക് കൊടുക്കാം. ഐ മീൻ എൻ്റെ ഒരു ഒപ്പീനിയനിൽ 50-50 ചാൻസ് ആണ്. കാരണം അവിടെ ജോലി ചെയ്യുന്ന ഏതെങ്കിലും എംപ്ലോയീസ് ലീക്ക് ചെയ്താലും മുതലാളിക്കാണ് പണി കിട്ടുന്നത്. ഫ്രണ്ട്സ്, പിന്നെ കേസ് കോടതി എത്തിയെന്നേ ഉള്ളൂ, വിധിയൊന്നും വന്നില്ല, സമയമുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളത് ഞാൻ പറയില്ലേ, ഒരു 50-50 ചാൻസ് എങ്കിലും ആ 50-50ക്കും വലിയ സ്ട്രോങ് ഒന്നുമില്ല. ആ ഒരു 50% വലിയ സ്ട്രോങ് ഒന്നുമില്ല. ജസ്റ്റ് ചുമ്മാ ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു ഒപ്പീനിയന്. അപ്പം കോടതിയിലെത്തി എന്നേ ഉള്ളൂ. അതിന് കോടതി അറിയാലോ, ലൈക്ക് അത് നോക്കി പ്രൂഫൊക്കെ നോക്കി തെളിവൊക്കെ നോക്കി വരുത്തതേ ഉള്ളൂ തീരുമാനം. അപ്പം ചാൻസ് ഉണ്ട്, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പം BJP ബാൻ ആവാന്ന് വിചാരിച്ചത് പേടിച്ചിരിക്കുന്ന നിങ്ങളുടെ ചങ്ക് ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ BJP വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.